കേരള PSC പരീക്ഷയിൽ ആദ്യ ചാൻസിൽ പോലീസിൽ നിയമനം കിട്ടിയവനാണ്. പക്ഷേ കുഞ്ഞുനാളിലെയുള്ള അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പട്ടാളക്കാരനായി രാജ്യത്തെ സേവിക്കണമെന്നായിരുന്നു. കല്യാണത്തലേന്ന് രാത്രി ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്ത ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു. ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ഫേസ്ബുക്കിൽ വന്നൊരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി മാറുന്നത്. അവനെക്കുറിച്ചും ആ പെൺകുട്ടിയെക്കുറിച്ചും തന്നെ നിരവധി പേരാണ് സംസാരിച്ചുകൊണ്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എവിടെയാണ് സംഭവിച്ചതെന്നും വായിച്ചപ്പോൾ തന്നെ പല സംശയങ്ങളും തോന്നുമെന്ന് പറയുന്നു. ബിന്ദു എസ് എന്ന അക്കൗണ്ടിലൂടെയാണ് ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആഗ്രഹം പോലെ അതിനുവേണ്ടി ശ്രമിച്ചു. ആദ്യത്തെ അവസരത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ അവസരത്തിൽ ഷബീൻ സ്വപ്ന സാക്ഷാത്കാരം നേടി. 3-4 വർഷത്തെ സേവനത്തിനിടയിൽ വിവാഹ സങ്കല്പത്തിന് നിറം പകരുവാൻ ഒരു പെൺകുട്ടിയുമായി ഞങ്ങൾ ഒരുപറ്റം സഹപാഠികൾ വിവിധ നാടുകളിൽ നിന്ന് കൂട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായി ആ നാടും വീടും കണ്ടു. എന്നിട്ടും ആ വീട്ടിലേക്ക് വഴി ഒരിടത്തും തെറ്റിയില്ല. കാരണം വിവാഹ ദിവസം തന്നെ മരിച്ച വരൻ്റെ വീട് എല്ലാവർക്കും സുപരിചിതം. മരണകാരണം എന്തെന്ന് വ്യക്തമായി അറിയില്ല. ഒരു ഭാഗം വീട്ടുകാരെ മാത്രം കേട്ട് അവരുടെ പക്ഷം പിടിക്കാൻ പറ്റില്ലല്ലോ. പലരും പറയുന്നത് പോലെ ഇതൊരു ഹണി ട്രാപ്പല്ല. പെണ്ണിന് മറ്റൊരു പ്രണയബന്ധം ഉണ്ടായതുകൊണ്ടുമല്ല. എന്നാൽ പലപ്പോഴും പല കാര്യത്തിനും വാശി പിടിക്കുന്ന സ്വഭാവം പെണ്ണിനുണ്ടായിരുന്നു. അത് ചെക്കനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും കൂട്ടുകാരോടും അച്ഛനമ്മയോടുമൊക്കെ പറഞ്ഞിരുന്നു. അത് അടുത്ത ബന്ധുവിൻ്റെ വാക്കുകളാണ്. കല്യാണ തലേന്ന് ചെറുക്കൻ്റെ വീട്ടിലുള്ളവർ അവരുടെ ബന്ധുക്കളെയും പെണ്ണിൻ്റെ വീട്ടുകാർ അവരുടെ ആളുകളെയും ക്ഷണിച്ചിരുന്നു. അതിനിടയിൽ പെണ്ണിൻ്റെ വീട്ടിലൊരു മഞ്ഞ കല്യാണം തീരുമാനിച്ചിരുന്നു. എന്നാൽ ചെറുക്കൻ്റെ വീട്ടിലെ തിരക്കിനിടയിൽ പെണ്ണിൻ്റെ വീട്ടിൽ വച്ചുള്ള ആ ചടങ്ങിൽ അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ പെണ്ണ് ചൂടായി. അവളും താലിപ്പന്തലിൽ കയറില്ല എന്നൊക്കെ വാശിക്ക് വെല്ലുവിളിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവിടുത്തെ ബന്ധു ഞങ്ങളോട് പറഞ്ഞു, 1 വർഷത്തോളമായി ഹൃദയത്തിൽ നടന്നുകൊണ്ടവളല്ലേ മോളെ എന്ന് മാത്രമാണ് അവൻ വിളിക്കാറുള്ളത്. അങ്ങനെ പലപ്പോഴും പല കാര്യത്തിനും വാശി പിടിക്കുന്നവളെ ഷബീൻ ഈ കാര്യത്തിൽ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. കല്യാണ തലേന്ന് രാത്രി വൈകി തിരക്ക് കുറഞ്ഞപ്പോൾ പെൺകുട്ടി വീണ്ടും അവനെ ഫോൺ വിളിച്ചു പറഞ്ഞു. അവളുമായി സംസാരിച്ചുകൊണ്ട് ചെക്കൻ ബെഡ്റൂമിലേക്ക് പോയതാണ്. പിന്നീട് എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്ന് ഒരു പക്ഷം അത്രമാത്രം ഹൃദയത്തിൽ കീറിമുറിക്കുന്ന വാക്കുകളായിരിക്കാം. ഇതിനെ തുടർന്ന് അവന് മടുപ്പ് വന്നൊരു മരണത്തെപ്പറ്റി ചിന്തിച്ചു പോയതാകാം. അതിനെ തുടർന്ന് ആ സൂചന നൽകുന്ന എന്തെങ്കിലും സന്ദേശത്തിലോ സംസാരത്തിലോ അവൻ അവളോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം കല്യാണ ദിവസം പുലർച്ചെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 2-3 ആൾക്കാർ ആരും ക്ഷണിക്കാതെ വിശേഷങ്ങൾ തിരക്കാൻ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് കേട്ടത്. ആത്മഹത്യ എന്ന വാക്കിൻ്റെ അർത്ഥം ദുരൂഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിലെ ദുരൂഹത പലപ്പോഴും ആർക്കും മനസ്സിലാവുകയുമില്ല. താലി കെട്ടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വയം മരണത്തിലേക്ക് പോയ ഷബീനെക്കുറിച്ച് ഓർത്ത വിറങ്ങലിച്ച് നാടും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, എന്തിനാണ് മോനെ അങ്ങനെ ചെയ്തതെന്ന്. പ്രിയപ്പെട്ട ഒരാൾ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അപകടമോ അനാരോഗ്യത്തിലോ കാണുമ്പോൾ ആശ്വസിക്കാൻ വിധി എഴുതാൻ പറയും പറ്റുന്നില്ല. ആരോഗ്യവാനായ ചെറുപ്പക്കാരനാണ്. അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്. അവന് ഈ അവസ്ഥയിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്ക് ദുഃഖം തന്നെയാണ് തോന്നുന്നതെന്ന് തന്നെ എല്ലാവരും എഴുതുന്നു. ബിന്ദുവിൻ്റെ ഈ കുറിപ്പ് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങളാണെന്നും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും ആരുടെ വശം നിൽക്കുന്നതെന്നും നമുക്ക് അറിയില്ലല്ലോ എന്നും പറയുന്നു. എന്താണ് സത്യമെന്ന് അറിയാതെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവന് സംഭവിച്ചതെന്ന് അവനും അവൾക്കും മാത്രമേ അറിയൂ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തന്നെ പറയുകയും ചെയ്യുന്നു.